اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مبارك فيه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്. നമുക്കതിൻ്റെ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ടുള്ള മീനിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത്. ഇതിൻ്റെ മീനിങ് ഇംഗ്ലീഷും മലയാളവും ഞാൻ പറയാം. ഓ അല്ലാഹ്, യു ആർ മൈ ലോഡ്, നൺ ഹാസ് ദി റൈറ്റ് ടു ബി വർഷിപ്പഡ് എക്സെപ്റ്റ് യു. മലയാളത്തിൽ എന്താ വരുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ല അൻത്, യഥാർത്ഥത്തിൽ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമുക്ക് ഏകദേശം അറിയുന്ന മീനിങ് അല്ല ലാ ഇലാഹ ഇല്ല അൻത് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊന്നാമത്തെ ഭാഗം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഖലഖ്തനി വ അന അബ്ദുക. ഖലഖ്തനി, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു ആണ്. സോ യു ക്രിയേറ്റഡ് മീ ആൻഡ് ഐ ആം യുവർ സെർവൻറ്റ് അബ്ദുക. അല്ല, അബ്ദുക എന്ന് പറഞ്ഞാൽ അടിമ. അപ്പോൾ നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിൻ്റെ അടിമയുമാണ്. അടുത്ത ഭാഗം വ അന അഹ്ദിക വ വഅദിക മസ്തതഅത്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ മീനിങ് വരുന്നത് ഐ അബൈഡ് ടു യുവർ കൺവീനിയൻറ്റ് ആൻഡ് പ്രോമിസ് ആസ് ബെസ്റ്റ് ഐ ക്യാൻ. മലയാളം മീനിങ് നമുക്ക് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. നിന്നോടുള്ള കരാറും കടപ്പാടും എനിക്ക് കഴിയുന്നത്ര ഞാൻ പാലിക്കുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഒരു പ്രോമിസ് കൊടുക്കാൻ ചെയ്യുന്നത് ഞാൻ നിന്നോടുള്ള കരാറും കടപ്പാടെല്ലാം എന്താക്കും, എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യും. പാരഫ്രൈസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അഊദു ബിക മിൻ ശർരി മാ സനഅതു. അഊദു ബിക മിൻ ശർരി മാ സനഅതു. അഊദു ബിക എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം എന്താണ്, പ്രൊട്ടക്ഷൻ നമ്മൾ ചോദിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. പിന്നെ മൊത്തത്തിലൊരു മീനിങ് ഐ സീക്ക് യുവർ പ്രൊട്ടക്ഷൻ ഫ്രം വാട്ട് ഐ ഹാവ് ഡൺ. ഷെർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവിലാണ്. മാ സനഅതു, ഞാൻ ചെയ്തതിൽ നിന്നും. അപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിലെ എല്ലാ തിന്മയിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. ഓക്കെ, അടുത്തത് വ അബൂലക ബിനിഅമതിക അലയ്യ. വ അബൂലക ബിനിഅമതിക അലയ്യ. ബിനിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ അക്നോളജ് യുവർ ഫേവേഴ്സ് അപ്പോൺ മീ. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സമ്മതിക്കുന്നു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് എന്താണ് വ അബൂ ബി ദംബി. പിന്നെന്താ നമ്മൾ സമ്മതിക്കുന്നത്, ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ സമ്മതിക്കുന്നു. ഞാൻ ഒരു പാപിയാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. എന്താണ്, ഐ അക്നോളജ് മൈ സിൻ. ഇനി എന്ത്, ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്ത് താ. ഫഗ്ഫിർലി, എനിക്ക് പുറത്ത് തരണമേ. ഫ ഇന്നഹു, നിശ്ചയമായും, ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത്, പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഫൊഗീവ് മീ, ഫോർ നൺ ഫൊഗീവ് സിൻസ് ബട്ട് യു. മലയാളത്തിൽ നമുക്ക് എന്താ പറയുക, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ. ഫഗ്ഫിർലി, നിശ്ചയമായും, ഫ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ വരികളും നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുന്നതിൻ്റെ ഒരു മാസ്റ്റർ ഓഫ് ദുആ ആണ് ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. നമുക്ക് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇസ്തിഗ്ഫാർ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് ചോദിക്കുന്നതിനായിട്ട്. അപ്പോൾ അതിലത്തെ ഏറ്റവും മാസ്റ്ററാണ്, സുപ്പീരിയർ, ഏറ്റവും മേലെയുള്ള ഒരു ഇതാണെന്നാണ് ഈ ഒരു മാനറാണ് ഈ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ആ ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക ഫേം ബിലീഫോട് കൂടിയിട്ട്, അതായത് നല്ലോണം മനസ്സിരുത്തിയിട്ട്, നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല പറയുന്നത്, ഫേം ബിലീഫ്, നമ്മൾ അതിൽ അത്രത്തോളം വിശ്വാസം പ്രകടിപ്പിച്ചിട്ട് അത്രത്തോളം ഉള്ളിൽ നിർത്തി നമ്മൾ ഈ ഒരു കാര്യം രാവിലെ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദി ഡേ രാവിലെ പറഞ്ഞിട്ട് അതേ ദിവസം എന്താണ് രാത്രിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈവനിങ് മുമ്പായിട്ട്, വൈകുന്നേരത്തിന് രാത്രിക്ക് മുമ്പായിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മളെന്താണ് ഹി വിൽ ബി ഫ്രം ദി പീപ്പിൾ ഓഫ് പാരഡൈസ്, അതായത് സ്വർഗത്തിലെ ആൾക്കാരിൽ ഒരാളായിരിക്കും അവൻ. അതേപോലെ തന്നെ ഇത് നമ്മൾ രാത്രി ഇതേപോലെ തന്നെ ഫേം ബിലീഫ്, നല്ല എന്താ പറയുക നമ്മുടെ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളിത് രാത്രിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിത് രാത്രി പാരായണം ചെയ്തിട്ട് നമ്മളിത് ഓതിയിട്ട് രാവിലേക്ക് മുമ്പ് മരിക്കുകയാണെങ്കിൽ, അതായത് ഡൈസ് ബിഫോർ ദി മോർണിംഗ് ഹി വിൽ ബി ഫ്രം ദി പീപ്പിൾ ഓഫ് പാരഡൈസ്, അങ്ങനെയാണെങ്കിലും അവൻ എന്തായിരിക്കും സ്വർഗത്തിലെ ഉള്ളവരുടെ ഒപ്പം ഒരാളായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഇത്രത്തോളമുള്ള ഹെവിനെസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ആദ്യം തന്നെ നമ്മൾ തൗഹീദിനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൺഫേം ചെയ്യുന്നുണ്ട്. നമ്മൾ തെറ്റും അല്ലാഹ് നമുക്ക് എന്തൊക്കെയോ സൗകര്യം തന്നിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് പോകുന്നുണ്ട് റഹ്മാനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെന്താണ് അവസാനം എനിക്ക് പുറത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കനം ഇതുവരെയായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്കിതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ശരിക്കും എത്രത്തോളം കനമുള്ള വാക്കുകളാണ് ഇതിലുള്ളതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ദുആയിൽ എന്താണ് പറയുന്നത്, അല്ലാഹുമ്മ, അള്ളാഹുവേ, അള്ളാഹിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നെയിമായ അള്ളാഹ് ഇറ്റ്സെൽഫ്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു ഫോർഗീവ്നെസ് നമ്മൾ സീക്ക് ചെയ്യുന്നത്, നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, തൗഹീദാണല്ലോ നമ്മളിവിടെ പറയുന്നത്, ലാ ഇലാഹ ഇല്ല അന്ത്, അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത്, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എനിക്ക് എല്ലാം തരുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഖദറാണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എന്താണ്, നീയാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മളിവിടെ പറയാണ് ചെയ്യുന്നത്. അന്ത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ പരിപാലിക്കുന്നത്, എല്ലാം ചെയ്യുന്നത് നീയാണ്. ലാ ഇലാഹ ഇല്ല അന്ത, ഞാൻ വോഷിപ്പേണ്ടത് നീയാണ്, വോഷിപ്പ് ചെയ്യാൻ അർഹരായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഖലഖ്തനി, നീയാണ് എന്താക്കിയത്, എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിൻ്റെ അബ്ദാണെന്നുള്ളത് നമ്മളിവിടെ പറയാൻ ചെയ്യുന്നത്. നമ്മൾ അത്രത്തോളം ഹമ്പിളായിട്ട് എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നിട്ട്, നീയാണ് എന്നെ ക്രിയേറ്റ് ചെയ്തത്, ഞാൻ നിൻ്റെ അബ്ദാണ്. അബ്ദ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കതൊരു ഹയസ്റ്റ് ഫോം ഓഫ് പൊസിഷൻ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അബ്ദായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് ഫോം ഓഫ് പൊസിഷനാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്, എന്താണ്, അള്ളാണ് എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അള്ളാണ് എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ എന്തായിരിക്കണം, അവനെ ഞാൻ ആരാധിക്കണം, അല്ലേ, അവൻ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്, ഞാൻ അവനെ അനുസരിക്കണം എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ തന്നെ. അതിനുശേഷം എന്താണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള കടപ്പാടും കരാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് നമ്മളതിൽ എന്താ പറയുന്നത്, എനിക്ക് പറ്റുന്നത്ര ഞാൻ പാലിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മുടെ മുകളിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുന്നേ ഇത് ആം ഐ നോട്ട് യുവർ ലോഡ് എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനല്ലേ നിങ്ങളുടെ റബ്ബെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതേ എന്താണ് ഷഹിദ, ഞാൻ ഐ ബി എ വിറ്റ്നസ്, നമ്മൾ സാക്ഷ്യം വഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു പ്രോമിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്, നീയാണ് എൻ്റെ റബ്ബ്, ഞാൻ നിന്നെ വേർഷിപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ ഭൂമിയിൽ വന്നപ്പോൾ നമുക്കത് മറന്നുപോയി. നമ്മൾ ഫിത്ര മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ എന്താക്കുന്നത്, നമ്മുടെ നഫ്സിൻ്റെയും അതേപോലെ തന്നെ ഷെയ്ത്താൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ആ ഒരു ഫിത്രയിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പം ഈ അള്ളാഹ് കൊടുത്തിട്ടുള്ള ഈ പ്രോമിസ്, അള്ളാഹിനെ അനുസരിക്കുക എന്നുള്ളത്, എനിക്ക് പറ്റുന്നത്ര രീതിയിൽ ഞാനത് ചെയ്യും എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ വീക്കാണ്, എനിക്ക് പറ്റുന്നത്ര ചെയ്യും, ടു ദി ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീക്ക്നെസ്സിനെയാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകും, നമുക്കൊരിക്കലും തെറ്റ് ചെയ്യാതെ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഗ്രേറ്റ്നെസ്സും നമ്മുടെ ഒരു വീക്ക്നെസ്സുമാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ തന്നെ ചെയ്തു പോകുന്ന തെറ്റിന് തൊട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രൊട്ടക്ഷൻ സീക്കുകയാണ് ചെയ്യുന്നത്, അല്ല. അതായത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതേപോലെ തന്നെ നമ്മളതിന്
ശേഷം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്തിനെ കുറിച്ചിട്ട് നമ്മളെന്താക്കുന്നത്, സമ്മതിക്കുന്നത്, നമ്മളെ സൈഡിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങളെയും നമ്മൾ സമ്മതിക്കണം. അപ്പോൾ എന്താണ്, അള്ളാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേപോലെ എന്താണ്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്യും, ഞാൻ എൻ്റെ നഫ്സിനോട് തന്നെ ഞാൻ തെറ്റ് ചെയ്യും, അതിൽ നിന്ന് ഞാൻ പ്രൊട്ടക്ഷൻ നിന്നോട് സീക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഹമ്പിൾനെസ്സാണ് ഇതിൽ വരുന്നത്. നമുക്ക് എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അള്ളാഹിനോട് ഫോർഗീവ്നെസ് സീക്ക് ചെയ്യുന്നത്. യാ അള്ളാഹ്, നീ എനിക്ക് പുറത്ത് തരണേ, കാരണം എനിക്ക് നീ അല്ലാതെ പുറത്ത് തരുന്നവനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ്, അള്ളാഹിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അവന് മാത്രമാണ് ആരാധനയ്ക്ക് അർഹനുള്ളത് എന്നുള്ള നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആ പ്രോമിസിനെ കുറിച്ച് നമ്മളെ തന്നെ ബോധമാരാക്കിയിട്ട് വെക്കുന്നു, നമ്മളതിന് എത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം ചെറുതാണ്, നമ്മൾ എത്രത്തോളം ഹമ്പിൾ ആവേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മളോട് തന്നെ നമ്മൾ തെറ്റ് ചെയ്തു പോകും, നമ്മൾ തന്നെ അങ്ങോട്ട് അറിയാതെ തെറ്റ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ചെറുതാന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് തരാനായിട്ടൊരു റബ്ബുണ്ട് അവിടെ, അല്ല, റബ്ബിൻ്റെ മേഴ്സി, റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് അവിടെ മനസ്സിലാവണം. റബ്ബ് നമുക്ക് പുറത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ. അപ്പോൾ നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഇനാബിലിറ്റീനെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവും, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പുറത്ത് തരുന്നവനാണെന്നുള്ളതും അവൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സും നമ്മളവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നമ്മളെന്താണ്, നമുക്ക് പുറത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താണ്, ഒരു സിൻസിയറായിട്ടുള്ള ഒരു റെപ്പൻറ്റൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ ദിവസവും സിൻസിയറായിട്ട് അത്രയും നമ്മൾ യക്കീനോട് കൂടിയിട്ട് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മൾ സിൻസിയറായിട്ടുള്ളൊരു റെപ്പൻറ്റൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് അത്ര യക്കീനോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ അവന് സ്വർഗത്തിലെ ഒരാളായിരിക്കും എന്നുള്ളത്, അതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നല്ലോണം യക്കീനോട് കൂടി എന്താ പറയുക, കൺസിസ്റ്റൻ്റായിട്ട് പറയാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തിലുള്ളൊരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.